ഗുഡ് ഈവനിംഗ് ഓൾ. മാച്ച് നമ്പർ 9 തിരുവനന്തപുരം കൊമ്പൻസ് ഏറ്റുമുട്ടുന്നു കണ്ണൂർ വാരിയേഴ്സിനെതിരെ. തിരുവനന്തപുരവും കണ്ണൂർ വാരിയേഴ്സും തമ്മിലുള്ള മത്സരത്തിന്റെ ആവേശത്തിലേക്ക് ഒരിക്കൽ കൂടി ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ ആരാധകരെ ഹൃദയംഗമമായി സ്വാഗതം ചെയ്യുകയാണ്. രണ്ട് ടീമിലെയും താരങ്ങളെ ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശശി തരൂർ പരിചയപ്പെടുന്നത് കാണാം. അദ്ദേഹത്തെ അനുഗമിക്കുന്നു മറ്റ് വിശിഷ്ടാതിഥികൾ. ഇന്നേ ദിവസത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്ന രണ്ട് ടീമുകളെയും ഒരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4+3 7 പോയിന്റുകളുമായി മികവുറ്റ രീതിയിൽ പോയിന്റ് പട്ടിക ഭരിക്കാനുള്ള ഒരവസരം. ഇതിലൊരു പ്രത്യേകതയായി എടുത്തു പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, റൗണ്ട് 3 ഇതുവരെ നടന്ന മത്സരങ്ങളിൽ ആരും തന്നെ വിജയിച്ചിട്ടില്ല. റൗണ്ട് 3 നടന്ന ഫോർസ കൊച്ചി FC വേഴ്സസ് കാലിക്കറ്റ് FC മത്സരം സമനിലയിലായിരുന്നു അവസാനിച്ചത് 1-1. അതുപോലെ തന്നെ തൃശൂർ മാജിക് വേഴ്സസ് മലപ്പുറവും അതൊരു 0-0 സമനിലയായിരുന്നു. എന്തായാലും ഒരു വിജയം കാണാൻ സാധിക്കുമെന്നുള്ള ശുഭ പ്രതീക്ഷയിൽ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന പ്രഥമ മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരളയുടെ റൗണ്ട് നമ്പർ 3 മാച്ച് നമ്പർ 9 തിരുവനന്തപുരം കൊമ്പൻസ് വേഴ്സസ് കണ്ണൂർ വാരിയേഴ്സ്. Kick off to this excellent game, exciting game. തലസ്ഥാന നഗരിയിൽ വെച്ച് നടക്കുന്ന മധുരോധാരമായ മറ്റൊരു പോരാട്ടത്തിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ ആരാധകരെ ഹൃദയംഗമമായി സ്വാഗതം ചെയ്തു. ഇറ്റ്സ് തിരുവനന്തപുരം കൊമ്പൻസ് വേഴ്സസ് കണ്ണൂർ വാരിയേഴ്സ്. കമന്ററി ബോക്സിൽ ഞാൻ ശ്രീനാഥ് മധുകുമാർ, എന്നോടൊപ്പം മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ വിനു ജോസ്. താങ്ക് യു ശ്രീനാഥ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കളി വളരെ വാശിയേറെ കളിയായിരിക്കും. അതെ ശ്രീനാഥ്, അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ബ്രസീലിൻ്റെ പരിശീലകരും ബ്രസീലിലെ കളിക്കാരുമായിട്ടാണ് തിരുവനന്തപുരം കൊമ്പൻസ് വന്നിരിക്കുന്നത്. അതിൽ ആ കോച്ച് തിരഞ്ഞെടുക്കുന്ന പ്ലേയേഴ്സിൻ്റെ പൊസിഷൻ ഒന്ന് ഞാൻ പറയാം. ഗോൾ കീപ്പർ, സെൻറ്റർ ബാക്ക്, മിഡ്ഫീൽഡർ, സ്ട്രൈക്കർ, ആ പൊസിഷനിലുള്ള എല്ലാ ബ്രസീൽ പ്ലേയേഴ്സിനെയാണ് എടുത്തിരിക്കുന്നത്. അതാണ് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടത്. അവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സിറ്റുവേഷൻ കൃത്യമായി മുഖ്യ റഫറി അവിടെ ഹാൻഡിൽ ചെയ്തു. അവിടെ ഒരു ഫ്രീ കിക്കിനുള്ള അവസരമാണ് കണ്ണൂർ വാരിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. 4ാമത് മിനിറ്റിൽ നല്ലൊരു അവസരമാണ്. ഗൊഗോയാണ് ആ ഒരു ഫ്രീ കിക്ക് എടുക്കാനായി തയ്യാറെടുക്കുന്നത്. ജേഴ്സി നമ്പർ 23 ഗൊഗോയ്. എക്സലന്റ് അറ്റംപ്റ്റ്. മനോഹരമായി വളഞ്ഞിറങ്ങുന്ന ഒരു ഷോട്ട്. പക്ഷേ കൃത്യമായി അവരുടെ ബ്രസീലിയൻ ഗോൾ കീപ്പർ കൃത്യമായി അത് തട്ടി അകറ്റുന്ന ഒരു കാഴ്ച കാണുന്നു. മിഖേൽ അമേരിക്കോ. തീർച്ചയായിട്ടും കൊഗയുടെ ഒരു വളരെ നല്ലൊരു അറ്റംപ്റ്റാണ്. അത് കുറച്ചുകൂടെ ഒന്ന് കർവ് ചെയ്തിരുന്നെങ്കിൽ അത് ഗോൾ പോസ്റ്റ് എത്തുമായിരുന്നു. തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഇന്നത്തെ കളി ആവേശം തിരുവനന്തപുരം കൊമ്പൻസ് വേഴ്സസ് കണ്ണൂർ വാരിയേഴ്സ് FC. 42 മിനിറ്റുകൾ 0-0 സമനില. ആദ്യ 2 മത്സരങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ 4 വീതം പോയിന്റുകളുമായി 2-3 സ്ഥാനങ്ങളിലാണ് പോയിന്റ് പട്ടികയിൽ ഇരുവരും ഉള്ളത്. അവർക്ക് ഈ ഒരു മത്സരം വിജയിക്കുക എന്നത് തീർച്ചയായും പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ള ദൗത്യവുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഒരു യെല്ലോ കാർഡ് ആണ്. യെല്ലോ കാർഡ് ശിക്ഷ അവിടെ അഡ്രിയാന് നൽകിയതിന്റെ ഗ്രാഫിക്കൽ കൺഫർമേഷൻ ആണ് നിങ്ങളിലെ കിട്ടുന്നത്. ഒരു യെല്ലോ കാർഡ് നമ്മൾ കണ്ടിരുന്നു. സിറ്റുവേഷൻ റഫായ കളി തീർച്ചയായും റഫായി തന്നെ വളരെ മോശമായി തന്നെ കളിയെ ബാധിക്കും. അതിലേക്ക് നീങ്ങാതിരിക്കട്ടെ. ഇത് യെല്ലോ കാർഡിനെ കുറിച്ചാണ് നമ്മൾ തൊട്ട് കഴിഞ്ഞ നിമിഷം സംസാരിച്ചത്. ഇതുവരെ തിരുവനന്തപുരം കൊമ്പൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകെ ടോട്ടൽ 2 യെല്ലോ കാർഡുകളായിരുന്നു ഈ മത്സരത്തിന് മുൻപ് വരെ ലഭിച്ചിരുന്നത്. അഖിൽ ജയചന്ദ്രൻ അതുപോലെ തന്നെ ബിസ്പോ എന്നീ 2 താരങ്ങൾക്കാണ് കഴിഞ്ഞ 2 മത്സരങ്ങളിലായി ഓരോ യെല്ലോ കാർഡുകൾ ശിക്ഷയായി നൽകിയത്. നേരെ മറുപുറത്ത് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം 2 താരങ്ങൾക്ക്, അൽവരസ് അൽവറോ അതുപോലെ തന്നെ സെറോനോ ഫ്രാൻസിസ്, 2 താരങ്ങൾക്കാണ് യെല്ലോ കാർഡുകൾ. ഇവിടെ നിങ്ങൾക്ക് കാണാം സാമ്പ മോട്ടയെ ഫൗൾ ചെയ്ത ഈ ഒരു അവസരത്തിൽ പാട്രിക് മോട്ട അദ്ദേഹത്തിൻ്റെ ഈ ഒരു മെൻ്റൽ ഇത് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. ഒരു ക്യാപ്റ്റനാണ് അദ്ദേഹം. ഗ്രൗണ്ടിൽ കാണേണ്ടത് കൊമ്പൻസിനെ സംബന്ധിച്ചോളം പ്രധാന ആവശ്യമാണ്. അപ്പോൾ കുറച്ചുകൂടെ കൂൾ മൈൻഡായിട്ട്
ശ്രദ്ധിക്കേണ്ടതാണ്. തീർച്ചയായും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മോട്ടെ പോലുള്ള താരങ്ങൾ ഈ ഒരു അവസരത്തിൽ എത്രത്തോളം കാമായി ഇരിക്കുക, ഒരു അനാവശ്യമായിട്ടുള്ള ഫൗള് വഴങ്ങി അല്ലെങ്കിൽ യെല്ലോ കാർഡ് വഴങ്ങി നോക്കുക. പാട്രിക് മോട്ട ഒരു യെല്ലോ കാർഡ് വഴങ്ങിയ ശിക്ഷ വഴങ്ങിയതിന്റെ ഗ്രാഫിക്കൽ കൺഫർമേഷൻ ആണ്. ഇതുപോലെ തീർച്ചയായും ഉത്തരവാദിത്ത രഹിതമായി കളിക്കാതിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സ് ആയ പാട്രിക് മോട്ടെ പോലുള്ള താരങ്ങൾ അവർ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ അവർ നോട്ടമിടേണ്ടത് ആ എക്സ്പീരിയൻസ് ഇവിടെയാണ് കാണിക്കേണ്ടത്. കളിക്കളത്തിൽ തീർച്ചയായും അവർ ഇതുവരെ കളിച്ചു വന്നിരുന്ന കളികളുടെയൊക്കെ തന്നെയും എക്സ്പീരിയൻസ് ഇതുപോലെയുള്ള പ്രഷർ സിറ്റുവേഷനുകളിലാണ് യൂസ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്ന കണ്ടില്ലേ, അദ്ദേഹം ഗ്രൗണ്ടിൽ ഉണ്ടാവേണ്ടത് കൊമ്പൻസിൻ്റെ വളരെ അത്യാവശ്യമായിട്ട്. അപ്പോൾ ഇതുപോലുള്ള പ്രഷർ വരുന്ന സമയത്ത് കൂൾ മൈൻഡായിട്ടായിട്ടിരിക്കുക, അതൊരു പ്ലെയറിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെയാണ്. അത് ആണ് എന്തായാലും അദ്ദേഹത്തിന് റെഡ് കാർഡ് നമ്പർ 22 അശ്വിൻ അതിവേഗം തന്നെ ത്രോയിൻ എടുക്കുന്നു. ഒന്നാം പകുതി അവസാനിക്കുന്നു. മനോഹരമായ രീതിയിൽ നല്ല ഫുട്ബോൾ തന്നെ രണ്ട് ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചു. 45 മിനിറ്റുകൾ രണ്ട് പാർശ്വഭാഗങ്ങളിലേക്കും കയറി ഇറങ്ങി ഒരുപാട് നല്ല മുന്നേറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കണ്ടു. പക്ഷേ 0-0 സമനിലയിൽ തന്നെ ഒന്നാം പകുതി അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പ്രഥമ മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരളയുടെ 9ാമത് മത്സരം റൗണ്ട് 3 തിരുവനന്തപുരം കൊമ്പൻസ് വേഴ്സസ് കണ്ണൂർ വാരിയേഴ്സ് FC മത്സരത്തിൽ നിലവിൽ 0-0 സമനിലയിലാണ് തിരുവനന്തപുരം കൊമ്പൻസ് ആൻഡ് കണ്ണൂർ വാരിയേഴ്സ് FC എത്തി നിൽക്കുന്നത്. ഒരു വിജയം പ്രതീക്ഷിച്ച് ഇവിടെ ഒഴുകിയെത്തിയിരിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് തിരുവനന്തപുരത്തിന്റെ ആരാധകർ, അതുപോലെ തന്നെ ട്രാവൽ ചെയ്ത് എത്തിയിരിക്കുന്ന കണ്ണൂർ വാരിയേഴ്സിന്റെ താരങ്ങൾ. ഏറ്റവും മികവുറ്റ ഒരു മത്സരം തന്നെ. തിരുവനന്തപുരം കൊമ്പൻസ് 0 കണ്ണൂർ വാരിയേഴ്സ് 0. രണ്ടാം പകുതിയിൽ കാണാം ശ്രീനാഥ് മധുകുമാർ ആൻഡ് വിനു ജോസ്. തീർച്ചയായിട്ടും കണ്ണൂർ ഇപ്പോൾ 11 പ്ലേയേഴ്സായിട്ട് കളിക്കുന്നുണ്ട്. അവർ മിഡ്ഫീൽഡ് സാമ്പ, ഗൊഗോയ് വളരെ കമ്പൈൻ ചെയ്ത് നന്നായിട്ട് കളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ പെനട്രേറ്റീവ് പാസ് കൂടുതലും മിഡ്ഫീൽഡിൽ നമ്മുടെ സാമ്പയുടെയും ഗൊഗോയുടെയും കയ്യിൽ നിന്ന്. ഇപ്പോൾ 10 പേരുമായിട്ട് കളിക്കുന്ന നമ്മുടെ കൊമ്പൻസ് അവർ ചെയ്യേണ്ടത് ഇതേപോലെ ബോൾ പൊസിഷൻ ചെയ്ത് കീപ്പ് ചെയ്ത് കൂളായി കാമായിട്ട് പ്ലേയേഴ്സ് മുന്നോട്ട് കയറി വന്ന് മനോഹരമായ ഒരു മുന്നേറ്റം. കണ്ണൂർ വാരിയേഴ്സ് മുന്നിലേക്ക് എത്തുകയാണ്. മനോഹരമായ ഒരു ഗോളോട് കൂടി നമ്മൾ എടുത്തു സൂചിപ്പിച്ചതേ ഉള്ളൂ. പെനാൽറ്റിയും അതുപോലെ തന്നെ പെനട്രേറ്റീവ് പാസുകളും ഒക്കെ തന്നെയും മികവുറ്റ രീതിയിൽ കരസ്ഥമാക്കാൻ കേൾപ്പുള്ള ഒരു മുന്നേറ്റ നിര. അവിടെ ലോങ് റേഞ്ച് ഷോട്ടുകളും മികവുറ്റ രീതിയിൽ എടുക്കാൻ സാധ്യതയുള്ള അതുപോലെ തന്നെ കഴിവുള്ളൊരു ടീമായി കണ്ണൂർ അവിടെ മാറുകയാണ്. പയ്യന്നൂരും പയ്യാമ്പലത്തും തീക്കാറ്റ് വീശുന്നു, തിരമാലകൾ വീശിയടിക്കുന്നു. ഇറ്റ്സ് കണ്ണൂർ വാരിയേഴ്സ് 1 തിരുവനന്തപുരം കൊമ്പൻസ് 0. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗോളാണ് ഇപ്പോൾ നമ്മൾ കണ്ട സാമ്പയിൽ നിന്ന്. ഞാൻ പറഞ്ഞില്ല, അവർ വളരെ പൊസിഷൻ കീപ്പ് ചെയ്ത് നല്ല മിഡ്ഫീൽഡിൽ കീപ്പ് ചെയ്ത് സാമ്പ ബോൾ ട്രിബിൾ ചെയ്ത് നല്ലൊരു കർവിങ് ഷോട്ടാണ് കളിച്ചത്. അതായത് കറക്റ്റ് ടാർഗറ്റിൽ പോവുകയും ചെയ്തു. ടാർഗറ്റിൽ എത്തിയത് കൊണ്ട് മാത്രമാണ് ഗോളായത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത്. കറക്റ്റ് ടാർഗറ്റിൽ കറക്റ്റ് ഷോട്ട്, കറക്റ്റ് കർവിങ് ഷോട്ട് എടുത്ത് സാമ്പ. അങ്ങനെ കണ്ണൂർ വാരിയേഴ്സ് ലീഡ് എടുത്തിരിക്കുകയാണ് 1-0. എൻസ്റ്റൺ ലവ് സാമ്പ കാമറൂൺ താരമാണ്, കാമറൂൺ സ്വദേശിയാണ്, കാമറൂൺ അണ്ടർ 17 നാഷണൽ ടീമിലെ താരമാണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണൂരിന്റെ രക്ഷകനായി ഇവിടെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ അവതരിച്ച വല്ലാതെ ഡിഫൻസീവായി മാറി. ആ പെനാൽറ്റി ഏരിയയ്ക്ക് അകത്തേക്ക് നമുക്കൊന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരു മിനിമം 5-6 താരങ്ങൾ അവിടെ പെനാൽറ്റി ഏരിയയ്ക്ക് അകത്ത് തന്നെയുണ്ട്. ഗോൾ വഴങ്ങാതിരിക്കാൻ വേണ്ടി ഓരോ മുന്നേറ്റങ്ങൾ വരുന്ന സമയത്തും ആ കവർ ചെയ്യാനായി, കൂടുതൽ ഗോൾ വഴങ്ങാതിരിക്കാനായി. ഇനിയിപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം സ്പീഡിയായ ഒട്ടനവധി താരങ്ങൾ നിലവിൽ അവരുടെ മുന്നേറ്റ നിരയിലുണ്ട്. മനോഹരമായ ഒരു ഡിഫൻസ് സ്പ്ലിറ്റിംഗ് പാസ് ആണ്. ഒന്നാം തരമായി അവിടെ ഒരു ഡിഫൻസ് സ്പ്ലിറ്റിംഗ് പാസ് നൽകി മുന്നിലേക്ക് കളിക്കാനുള്ള ഒരു ശ്രമമാണ് അവിടെ കണ്ടത്. പക്ഷെ ഡൈവാണ് എന്നുള്ള രീതിയിലാണ് റഫറി അവിടെ വിധിക്കുന്നത്. അല്ല, അവിടെ കുറച്ച് നോട്ടിയായി കളിക്കുന്ന ബിൽഡറെ കാണാം. ഐസറാണത്. ഐസറോട് യെല്ലോ കാർഡ് ശിക്ഷയും ഏച്ചു വാങ്ങുന്നുണ്ട് അതിന് 64ാമത് മിനിറ്റിൽ.
ഈ ക്രൗഡ് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നുള്ളതാണ് ഞാൻ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത്. മനോഹരമായ ടച്ച്, പെനാൾട്ടി ഏരിയയ്ക്ക് തൊട്ട് പുറത്ത് നിന്ന് മനോഹരമായ മറ്റൊരവസരം. ലുക്ക് അറ്റ് ദാറ്റ്. അവിടെ കൃത്യമായി കണ്ണിങ് ആയി അവിടെ ആ പന്ത് എടുത്തു കഴിഞ്ഞാൽ, ആ പന്തുമായി ഓടിക്കഴിഞ്ഞാൽ ഫൗൾ ചെയ്യുമെന്നുള്ള ഉറപ്പിന്റെ പുറത്താണ് വെള്ളറ റൺ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫ്രീ കിക്ക് ഈ ഒരു അവസരത്തിൽ വിൻ ചെയ്യുകയാണ്, ആ പെനാൽറ്റി ഏരിയയ്ക്ക് തൊട്ട് നടുവിൽ. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ഇതേ സമയത്ത് തിരുവനന്തപുരം കൊമ്പൻസ് ഇപ്പോൾ ചെയ്ത ടാക്ടിക്ക് കറക്റ്റ് തന്നെയാണ്. ആ പെനാൽറ്റി ബോക്സിന്റെ മുന്നിൽ ഒരു ഫൗൾ കിട്ടുക, ഒരു ഫ്രീ കിക്ക് കിട്ടുക, അത് ഒരു ഇതാണ്, ഒരു ചാൻസാണ്, 50-50 ചാൻസാണ് ഗോള് കിട്ടാനുള്ളത്. അതുകൊണ്ട് ഈ ബോക്സിന്റെ ഏരിയയിൽ വന്ന് ട്രിപ്പിൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നത്. മിഡ്ഫീൽഡിൽ കിടന്ന് ട്രിപ്പിൾ ചെയ്യാതെ അവിടുന്ന് ഒരു പ്ലെയർ 10 പ്ലെയേഴ്സേ ഉള്ളൂ. അപ്പോൾ പാസ് ചെയ്ത് മൂവ് ചെയ്ത് ബോക്സിനകത്ത് കയറി ട്രിപ്പിൾ ചെയ്യാൻ ശ്രമിക്കുക. അതുവഴി ചിലപ്പോൾ ഫൗള് കിട്ടാൻ സാധിക്കും, ഇപ്പം കിട്ടിയതുപോലെ. അപ്പോൾ ഇതുപോലുള്ള അവസരങ്ങൾ ഇനി യൂട്ടിലൈസ് ചെയ്യുക, നല്ലൊരു ഫ്രീ കിക്ക് ഉണ്ടാവട്ടെ എന്ന് നോക്കാം. ഫ്രീ കിക്ക് ഫോർ തിരുവനന്തപുരം കൊമ്പൻസ്. തിരുവനന്തപുരം കൊമ്പൻസിന് അനുകൂലമായി നല്ലൊരു ഫ്രീ കിക്ക് ലഭിക്കുകയാണ് 84ാമത് മിനിറ്റിൽ. ഫ്രീ കിക്ക് ഇൻ ടേക്കൺ, നല്ലൊരു അവസരം, ചാൻസ് ആൻഡ് ഗോൾ! മനോഹരമായ ഒരു ഗോൾ കണ്ടെത്തിക്കൊണ്ട് തിരുവനന്തപുരം കൊമ്പൻസ് ഒന്നാന്തരമായി മനോഹരമായി മുന്നിലേക്ക് എത്തുന്നു. തിരുവനന്തപുരം കൊമ്പൻസ് ഒരു ഗോൾ വഴങ്ങിയതിനു ശേഷം ആ ഗോളിന് തിരിച്ചൊരു മറുപടി നൽകിക്കൊണ്ട് 1-1 സമനിലയിലേക്ക് വരികയാണ്. ആദ്യ കൊടുങ്കാറ്റും ആദ്യ തീക്കാറ്റും ആദ്യ തിരമാലയും വരുന്നത് പയ്യന്നൂരും പയ്യാമ്പലത്തുമായിരുന്നെങ്കിൽ മറുപടിയായി മികവുറ്റ തീക്കാറ്റും അതുപോലെ തന്നെ തിരമാലകളും വീശിയടിക്കുന്നു കോവളത്തും ശംഖുമുഖത്തും. ഇറ്റ്സ് തിരുവനന്തപുരം 1 കണ്ണൂർ FC 1. വൈൽഡർ എടുത്ത വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രീ കിക്ക് ആയിരുന്നു. അത് ഫ്രീ കിക്ക് എടുത്തു കഴിഞ്ഞിട്ട് തിരുവനന്തപുരം കൊമ്പൻസിന്റെ പ്ലേയേഴ്സ് അവിടെ വെയിറ്റ് ചെയ്തില്ല. അവർ ഇതിനെ ഫോളോ ത്രൂ ചെയ്ത് ആ ഗോൾ അറ്റംപ്റ്റ് കറക്റ്റായിട്ട് ഗോൾ സ്കോർ ചെയ്യാൻ കഴിഞ്ഞു. അവിടെയാണ് ആ ഫോളോ ത്രൂവിനാണ് ഞാൻ പ്ലസ് പോയിന്റ് കൊടുക്കുന്നത്. ടാർഗറ്റിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. അവിടെ തിരുവനന്തപുരം കൊമ്പൻസ് ഈ ലാസ്റ്റ് ടൈമിൽ നന്നായിട്ട് ഡിഫെൻഡിങ് നല്ല സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. തിരുവനന്തപുരത്തിന്റെ ഡിഫൻസ് തീർച്ചയായും അത്യാവശ്യം നല്ല സ്റ്റേബിളായി തന്നെ നിന്നുകൊണ്ട് ആ പ്രതിരോധ മതിൽ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവസാനം ആ ഒരു ഗോൾ വഴങ്ങുന്നതിലേക്ക് എത്തിക്കുന്നതിലേക്ക്, ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നതിൽ നിന്നും കണ്ണൂരിനെ പിടിച്ചു നിർത്തുകയാണ്, കണ്ണൂരിനെ തടഞ്ഞു നിർത്തുകയാണ്. ഈ ഒരു മത്സരം സമനിലയിൽ അവസാനിക്കുന്നതോടുകൂടി പോയിന്റ് പട്ടികയിലെ ആദ്യ 3 സ്ഥാനക്കാർക്ക് 5 വീതം പോയിന്റുകളാകും. കാലിക്കറ്റ് FC 5 പോയിന്റുകൾ, പോയിന്റ് പട്ടിക ഭരിക്കുന്നത് അവരായിരിക്കും. ഗോൾ ഡിഫറൻസിന്റെ അടിസ്ഥാനത്തിൽ 5 ഗോളുകൾ സ്കോർ ചെയ്ത കാലിക്കറ്റ് FC 2 ഗോളുകളാണ് വഴങ്ങിയത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം അവസാനിക്കുമ്പോൾ അത് 5-3 ആകും. നേരെ മറുപുറത്ത് കണ്ണൂർ വാരിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് 5-4 ആകും. സോ ഗോൾ ഡിഫറൻസ് പ്രകാരം ഇതേപോലെ തന്നെ കാലിക്കറ്റ് ഫസ്റ്റ്, സെക്കൻഡ് വിൽ ബി തിരുവനന്തപുരം കൊമ്പൻസ്, തേർഡ് വിൽ ബി കണ്ണൂർ വാരിയേഴ്സ്. 4, 5, 6 സ്ഥാനങ്ങളിൽ മലപ്പുറം, യഥാക്രമം ഫോർസ കൊച്ചി ആൻഡ് തൃശൂർ മാജിക് ഉണ്ടാകും. മത്സരം അവസാനിക്കുന്നു. മികവറ്റൊരു മത്സരത്തിനൊടുവിൽ, ഒന്നാന്തരമായ ഒരു മത്സരത്തിനൊടുവിൽ തിരുവനന്തപുരം കൊമ്പൻസിന്റെ നല്ലൊരു തിരിച്ചുവരവ്. 1-1 സമനിലയോടുകൂടി തിരുവനന്തപുരം കൊമ്പൻസ് അവരുടെ ഹോം ഗ്രൗണ്ടിൽ ഏറ്റവും മികവുറ്റൊരു മത്സരം കാഴ്ചവെച്ച് 10 പേരുമായി ചുരുങ്ങിയതിനു ശേഷമാണ് ഈ ഒരു മികച്ച സമനിലയെ അവർ കരസ്ഥമാക്കുന്നത്. ആദ്യ 55-ാം മിനിറ്റിൽ ആദ്യ ഗോൾ പിറക്കുന്നു. ലൗസാംബ നേടിയ, അതും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട താരമാണ് ലൗസാംബ. കാമറൂൺ ജൂനിയർ ഇന്റർനാഷണൽ താരമാണ്. അദ്ദേഹത്തിന്റെ കാലിൽ നിന്നും ബൂട്ടിൽ നിന്നുമാണ് ആദ്യ ഗോൾ പിറന്നത്. അതിനുശേഷം 86ാമത് മിനിറ്റിൽ, അത് പ്രത്യേകമായി എടുത്തു പറയേണ്ടത്, 10 പേരുമായി ചുരുങ്ങിയതിനു ശേഷം പാട്രിക് മോട്ടിയുടെ വിടവാങ്ങലിന് ശേഷം റെഡ് കാർഡ് വാങ്ങി അദ്ദേഹം പുറത്തു പോയതിനു ശേഷം 10 പേരുമായി ചുരുങ്ങിയതിനു ശേഷമാണ് 86ാമത് മിനിറ്റിൽ ഗണേശൻ മികവുറ്റൊരു ഗോളോടുകൂടി ഒരു സമനില നേടിക്കൊടുക്കുന്നത് തിരുവനന്തപുരം കൊമ്പൻസിന്. തീർച്ചയായും അവരുടെ പരിശീലകൻ സെർജിയോ അലക്സാൻഡ്രെ വളരെയധികം ഹാപ്പി മാൻ ആയിരിക്കും. ബ്രസീലിയൻ പരിശീലകനായ
സെർജിയോ അലക്സാണ്ടറേക്ക് ഇന്ന് തീർച്ചയായും ആഘോഷിക്കാൻ തക്കവണ്ണമുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മത്സരത്തിൽ ലഭിച്ചിട്ടുണ്ട്. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഏറ്റവും മികച്ച മനോഹരമായ ഒരു മത്സരം തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. 1-1 എന്ന നിലയിൽ തന്നെ മത്സരം പുരോഗമിച്ചു കൊണ്ടിരുന്ന സാഹചര്യത്തിലാണ്